നമ്മൾ തംബ്നെയിലിൽ കൊടുത്ത പോലെ തന്നെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. കൺഫർമേഷനൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് ഇതുവരെ പഠിച്ചതിൻ്റെയൊക്കെ ഒരു റിവിഷനായിട്ട് എടുത്താൽ മതി. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിക്കുകയാണ്. ക്വസ്റ്റ്യൻ ആൻസറായിട്ട് സിമ്പിളായിട്ടുള്ളതും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ളതും പുതിയ മോഡലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 15 ഭാഗങ്ങളായിട്ടാണ് സിലബസ് കൃത്യമായിട്ട് എടുത്ത് കയ്യിൽ വെക്കുക. 15 ഭാഗങ്ങളായിട്ടാണ് സിലബസിലുള്ളത് ടോപ്പിക്കുകൾ. അതിൻ്റെ അണ്ടറിൽ സബ് ടോപ്പിക്കുകളും ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജി എന്നുള്ള ആ ഒരു പാർട്ട് എന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് ഡയറക്റ്റായിട്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് എന്നുള്ളതാണ്. അത് ഉത്തരം സി റൈറ്റ് മിൽസ് ആണ്. ഇപ്പോൾ റൈറ്റ് മിൽസിൻ്റെ ഒരു കൺസെപ്റ്റാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അദ്ദേഹം അതിൽ പറയുന്നത് അത് ലിങ്കിങ് ദ പേഴ്സണൽ ഇഷ്യൂസ് വിത്ത് പബ്ലിക് പ്രോബ്ലമാണ്. അതായത് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾക്ക് ജോലിയില്ല എന്നുള്ളത് അയാളുടെ പേഴ്സണൽ ഇഷ്യൂ ആണ് അല്ലേ. അത് അൺഎംപ്ലോയ്മെൻറ്റ് എന്നുള്ളൊരു ഇതിലേക്ക് വരുന്നവർ അത് പബ്ലിക് ഇഷ്യൂ ആകുന്നില്ലേ. അങ്ങനെ പേഴ്സണൽ ഇഷ്യൂവിനെ പബ്ലിക് ഇഷ്യൂ ആയിട്ട് ലിങ്ക് ചെയ്യുന്നതിനെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോൺഫ്ലിക്റ്റ് തിയറി ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദിക്കുന്നത്. അത് കാൾ മാർക്സിൻ്റെ തിയറിയാണ്, നമുക്കറിയാം. അപ്പോൾ അത് എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ ഈ പ്രോലെറ്ററിയേറ്റും ബൂർഷ്വാസികളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ അതാണ് കേട്ടോ. അപ്പോൾ പ്രോലെറ്ററേറ്റ് ബൂർഷ്വാസ്, അതായത് വർക്കേഴ്സും പിന്നെ ഉടമ വർഗ്ഗങ്ങളും തമ്മിലുള്ള അപ്പോൾ കോൺഫ്ലിക്റ്റ് തിയറി റിലേറ്റഡ് ടു കാൾ മാർക്സ്. മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന കൺസെപ്റ്റും നമ്മുടെ കാൾ മാർക്സിൻ്റെ തന്നെയാണ്. അടുത്ത ചോദിക്കുന്നത് എമിൽ ദുർഖെയിമിനെ കുറിച്ചാണ്. അതായത് സോഷ്യൽ ഫാക്ട് എന്നൊരു കൺസെപ്റ്റ് ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് എമിൽ ദുർഖെയിമിൻ്റെതാണ് കേട്ടോ. ഈ എമിൽ ദുർഖെയിം സോഷ്യൽ ഫാക്റ്റിനെ എങ്ങനെയാണ് വിവരിച്ചത് എന്നാണ് അടുത്ത ചോദ്യം. അത് എക്സ്റ്റേണൽ ആൻഡ് കൊയേഴ്സീവ് ഫോഴ്സ് ആയിട്ടാണ് എമിൽ ദുർഖെയിം സോഷ്യൽ ഫാക്റ്റിനെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം പറഞ്ഞിട്ടുള്ളത് മെക്കാനിക്കൽ സോളിഡാരിറ്റി ഏത് സൊസൈറ്റിയിലായിരുന്നു എന്ന് വെച്ചാൽ ട്രഡീഷണൽ സൊസൈറ്റിയിലായിരുന്നു മെക്കാനിക്കൽ സോളിഡാരിറ്റി ഉണ്ടായിരുന്നത്. അടുത്തത് ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് പറയുന്നത് അപ്പോൾ മോഡേൺ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലാണ് ഓർഗാനിക് സോളിഡാരിറ്റി കാണപ്പെടുന്നത് കേട്ടോ. ഈ അനോമി എന്ന ഒരു കണ്ടീഷൻ എന്താണെന്നാണ് അടുത്ത ചോദിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നോംലെസ്നെസ്, നോമില്ലാത്തൊരവസ്ഥ കേട്ടോ, ഒരു എയിംലെസ്നെസ്, നോംലെസ്നെസ്സിനെയാണ് അനോമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് വേസ്റ്റേൺ കൺസെപ്റ്റ് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്, റിലേറ്റഡ് ആണ്, മാക്സ് വെബറാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ് മാക്സ് വെബറിൻ്റെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ദ പ്രൊട്ടസ്റ്റൻ്റ് എത്തിക് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം. അത് ബുക്കാണ് മാക്സ് വെബറിൻ്റെ. അതിൽ ക്യാപിറ്റലിസം ആണ് പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ റേഷണലൈസേഷൻ്റെ മീനിങ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അത് എഫിഷ്യൻസി ആൻഡ് കാൽക്കുലബിലിറ്റി ആണ്. അടുത്തത് എന്താ ചോദിക്കുന്നത്, മാക്സ് വെബറിൻ്റെ ബ്യൂറോക്രസി എന്ന പദം അല്ലെങ്കിൽ ആ ഒരു കാര്യം സ്റ്റഡി ചെയ്തത് മാക്സ് വെബറാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 15, ഫോർമൽ സോഷ്യോളജി എന്ന അപ്രോച്ചും പിന്നെ ഡയാഡും ട്രയാഡും ഒക്കെ അനലൈസ് ചെയ്ത് പഠിച്ചതൊക്കെ ആരാണെന്ന് ചോദിച്ചാൽ ജോർജ് സിമ്മലാണ്. അടുത്ത ക്വസ്റ്റ്യൻ മണീനെ കുറിച്ചുള്ള സോഷ്യോളജിക്കൽ അനാലിസിസ്, ഫിലോസഫി ഓഫ് മണി എന്നതൊക്കെ നടത്തിയത്, അങ്ങനെ ഒരു അപ്രോച്ച് നടത്തിയത് ജോർജ് സിമ്മലാണ് കേട്ടോ. അടുത്ത് ചോദിക്കുന്ന ഈ സോഷ്യോളജീനെ ഒരു അക്കാഡമിക് ആയിട്ട് ഡിസിപ്ലിനായിട്ട് ഉയർത്തിയ സോഷ്യോളജിസ്റ്റ് ആരാന്ന് വെച്ചാൽ അത് എമിൽ ദുർഖെയിമാണ് കേട്ടോ. ഈ ക്യാപിറ്റലിസം കൊളാപ്സ് ചെയ്യുമെന്ന് പ്രവചിച്ചത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കാൾ മാർക്സ് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ, സോഷ്യലിസത്തിൻ്റെ ആളായിട്ടുള്ള കാൾ മാർക്സ്. അടുത്ത ചോദ്യം എന്താ, ഇൻ്റർപ്രറ്റേറ്റീവ് സോഷ്യോളജി എന്ന പദം ആരുമായിട്ടുള്ള റിലേറ്റഡ് ആണെന്ന് വെച്ചാൽ അത് മാക്സ് വെബറാണ് കേട്ടോ. കാൾ മാർക്സും മാക്സ് വെബറും മാറിപ്പോരുതേ. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റീസെൻ്റ് ആയിട്ട് കാണുന്ന അസേർഷനും റീസണുമാണ്. സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് അതിൻ്റെ റീസൺ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ അസേർഷൻ അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് എ പേഴ്സണൽ ഫെയിലിയർ എന്നാണ്. അതിൻ്റെ റീസൺ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ കണക്റ്റ് പേഴ്സണൽ ഇഷ്യൂ വിത്ത് സ്ട്രക്ചറൽ പ്രോബ്ലം എന്ന് പറഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ അത് ശരിയാണ് ആ പറഞ്ഞത്. പക്ഷേ അൺഎംപ്ലോയ്മെൻറ്റ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അൺഎംപ്ലോയ്മെൻറ്റ് പേഴ്സണൽ ഇഷ്യൂ ആണോ? അല്ല, ഒരു സോഷ്യൽ ഇഷ്യൂ ആണ് അല്ലേ. അപ്പോൾ സി ആണ് ഉത്തരം, എ ഫോൾസ് ആണ്, 6 ട്രൂ ആണ്. സോഷ്യൽ ഫാക്ടർ എക്സ്റ്റേണൽ ടു ഇൻഡിവിജ്വൽ ആൻഡ് ദ ഹാവ് കോയേഴ്സീവ് പവർ എന്നല്ലേ പറയുന്നത്. അത് രണ്ടും ദുർഖെയിമിൻ്റെ ഒരു സോഷ്യൽ ഫാക്ട് കൺസെപ്റ്റാണ്, രണ്ടും ശരിയാണ് അല്ലേ.
അടുത്ത ക്വസ്റ്റ്യൻ മാക്സ് എംഫസൈസ്ഡ് ക്ലാസ് സ്ട്രഗിൾ. അതെ, ക്ലാസ് കോൺഫ്ലിക്റ്റ്, ക്ലാസ് സ്ട്രഗിളൊക്കെ കാൾ മാക്സിൻ്റെയാണ്. ഹീ ബിലീവ്ഡ് റിലീജിയൻ ഈസ് ദ ബേസിസ് ഓഫ് സോഷ്യൽ ഓർഡർ. അങ്ങനെ ഉണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല അല്ലേ. അപ്പോൾ എ ട്രൂ ആണ്, പക്ഷേ 6 തെറ്റാണ് അല്ലേ. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വെബർ സപ്പോർട്ടഡ് പ്യുവർലി പോസിറ്റിവിസ്റ്റ് മെത്തേഡ് ആണോ? അല്ലല്ലോ, വെബർ അത് സപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ വെബറിൻ്റെ ആണെന്ത് വെസ്റ്റിയർ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വെബറിൻ്റെ ആണ് അല്ലേ. പോസിറ്റിവിസ്റ്റാണ് ആരൊക്കെ? ഓഗസ്റ്റ് കോംറ്റൊക്കെ പോസിറ്റിവിസ്റ്റാണ് അല്ലേ. അടുത്ത ചോദ്യം മെക്കാനിക്കൽ സോളിഡാരിറ്റി ബേസ്ഡ് ഓൺ ഡിവിഷൻ ഓഫ് ലേബർ. അല്ല അല്ലേ, മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറയുന്നത് എന്താ? ട്രഡീഷണൽ ആയിട്ടുള്ള സൊസൈറ്റീനെയാണ് സൂചിപ്പിക്കുന്നത്. ഓർഗാനിക് സോളിഡാരിറ്റിയോ മോഡേൺ സൊസൈറ്റിയാണ്. അപ്പോൾ 6 ട്രൂ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ജോർജ് സിമ്മൽ ഫോക്കസ് ചെയ്ത് മാക്രോ സ്ട്രക്ചർ ആണോ? അല്ല, അത് തെറ്റാണ് അല്ലേ. ഹി അനലൈസ്ഡ് സ്മോൾ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ. അത് ശരിയാണ് അല്ലേ. അപ്പോൾ ബി ആണ്. എ ഫോൾസ്, 6 ട്രൂ. അടുത്തത് എന്താണ്? റേഷണലൈസേഷൻ ഇൻക്രീസസ് പ്രെഡിക്റ്റബിലിറ്റി, ഇറ്റ് റിഡ്യൂസ് ട്രഡീഷണൽ അതോറിറ്റി. അത് രണ്ടും ശരിയല്ലേ. ബോത്ത് 6 ട്രൂ അല്ലേ. 6 എക്സ്പ്ലെയിൻ എ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദുർഖേം സ്റ്റഡീഡ് സൂയിസൈഡ് ആസ് എ സോഷ്യൽ ഫാക്ട്. അത് സ്റ്റഡി ചെയ്തിട്ടുണ്ട് അദ്ദേഹം അല്ലേ. അപ്പോൾ അടുത്ത എന്താ പറയുന്നത്? ഹീ ബിലീവ്ഡ് സൂയിസൈഡ് ഈസ് പ്യുവർലി സൈക്കോളജിക്കൽ ആണോ? അല്ല, സൂയിസൈഡ് റേറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സോഷ്യൽ ഇൻ്റഗ്രേഷനും റെഗുലേഷനും ആണ് എന്നാണ് അയാൾ കണ്ടെത്തിയത്. സൈക്കോളജിക്കൽ ആണെന്നല്ല അല്ലേ. അപ്പോൾ അത് തെറ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അടുത്തത് ബൂർഷ്വാസ് ഓൺ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ റീസൺ പ്രോലിറ്ററേറ്റ് സെൽ ദെയർ ലേബർ. അത് രണ്ടും ശരിയല്ലേ അല്ലേ. ബൂർഷ്വാസ് ഓൺ ചെയ്യുന്നവരാണ്, പ്രോലിറ്ററേറ്റ് വർക്കേഴ്സാണ്, അവർ സെൽ ദെയർ അവരുടെ ലേബറാണ് സെൽ ചെയ്യുന്നത്. അത് രണ്ടും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എ ബ്യൂറോക്രസി ഈസ് ബേസ്ഡ് ഓൺ റീഗൽ റേഷണൽ അതോറിറ്റി. ശരിയല്ലേ അത്? ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹയറാർക്കി ആൻഡ് റൂൾസ്. അത് രണ്ടും ശരിയാണ് അല്ലേ. എക്സ്പ്ലനേഷൻ തന്നെയാണ് അല്ലേ. 6 റീസൺ എന്ന് പറയുന്നത് എക്സ്പ്ലനേഷൻ തന്നെയാണ്. അടുത്ത ചോദ്യം ഇതൊക്കെ നിങ്ങൾ പഠിച്ചതുകൊണ്ട് റിവിഷൻ മെത്തേഡിലായതുകൊണ്ടാണ് ചോദ്യം ഉത്തരവും പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓരോ ടൈപ്പും എക്സ്പ്ലെയിൻ ചെയ്ത് എടുക്കാനുള്ള സമയമില്ല, അതുകൊണ്ടാണ് മാക്സിമം MCQ നോക്കുന്നത്. കൺഫ്യൂഷനുള്ള ക്വസ്റ്റ്യനോ ഭാഗമോ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാ ഭാഗവും കവർ ചെയ്തുകൊണ്ട് നമ്മൾ തീർക്കും. ഇത് സ്റ്റാർട്ടിംഗ് ആണ്, നമ്മൾ സിലബസ് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്. അപ്പോൾ ഇനിയും ഇത് ക്വസ്റ്റ്യൻ ആൻസർ വേണമെന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇതൊക്കെയാണ്. സോഷ്യോളജിക്കൽ ഇമാജിനേഷനെ കുറിച്ചിട്ടാണ്. അത് കോയിൻ ചെയ്തത് സി റൈറ്റ് മിൽസ് ആണ്. കണക്ട് ചെയ്യുന്നത് പേഴ്സണൽ പ്രോബ്ലം വിത്ത് സോഷ്യൽ ഇഷ്യൂസ് ആണ്. അത് ശരിയാണ് അല്ലേ. ഇറ്റ് ഫോക്കസ് ഓൺലി ഓൺ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. അത് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ലിങ്ക് ബയോഗ്രഫി വിത്ത് ഹിസ്റ്ററി. അതും ശരിയാണ്. അപ്പോൾ ആൻസർ എ ആണ്. 1, 2, 4 ആണ് കറക്റ്റ്. അടുത്ത നോക്കാം. കാൾ മാർക്സിനെ കുറിച്ചുള്ളതിൽ താഴെ ശരിയേതാണ്? ഹി ഡെവലപ്ഡ് കോൺഫ്ലിക്റ്റ് തിയറി. വളരെ റൈറ്റാണ്. എംഫസൈസ്ഡ് ക്ലാസ് സ്ട്രഗിൾ. അതും റൈറ്റാണ്. ഹി സപ്പോർട്ടഡ് ക്യാപിറ്റലിസം. ആണോ? സോഷ്യലിസം അല്ലേ സപ്പോർട്ട് ചെയ്തത് കാൾ മാർക്സ്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. അതും ശരിയാണ്. അപ്പോൾ 1, 2, 4 ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് ബോർഷ്വാസ് ആൻഡ് പ്രോലിറ്ററേറ്റിനെ കുറിച്ചുള്ള ശരിയായത് ബോർഷ്വാസ് ഓൺ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അത് ശരിയാണ്. പ്രോലിറ്ററേറ്റോ സെൽ ലേബർ. അതും ശരിയാണ് അല്ലേ. ബോത്ത് ബിലോങ് ടു സെയിം ക്ലാസ്. ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ ക്ലാസ് കോൺഫ്ലിക്റ്റ് വരേണ്ട ആവശ്യമില്ലല്ലോ. ഇനി കൺസെപ്റ്റ് ഗിവൺ ബൈ മാക്സ്. അത് ശരിയാണ്. അപ്പോൾ 1, 2, 4 തന്നെയാണ് ഇതിലും കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത എമിൽ ദുർഖേമിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. സോഷ്യൽ ഫാക്റ്റ് ആർ എക്സ്റ്റേണൽ. ശരിയാണ് അല്ലേ. സോഷ്യൽ ഫാക്റ്റ് ഹാവ് കൊയേഴ്സീവ് പവർ. അതും ശരിയാണ്. അനോമി എന്ന് പറഞ്ഞാൽ സ്ട്രോങ് മോറൽ കൺട്രോൾ ആണെന്ന് പറയുന്നതല്ല, അത് നോംലെസ്നെസ് ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഹീ സ്റ്റഡീഡ് സൂയിസൈഡ്. എമിൽ ദുർഖേം സൂയിസൈഡിനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1, 2, 4 ശരി. താഴെയുള്ളതിൽ റാഷണലൈസേഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതും പിന്നെ എന്താ പ്രിഡിക്റ്റബിലിറ്റീനെയാണ് റേഷണലൈസേഷൻ എന്ന് പറയുന്നത്. 1, 3 ആണ് ശരി കേട്ടോ. ബ്യൂറോക്രസീൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിക്കുന്നത്. അതെന്താ പറയുന്നത്? ഹയറാർക്കി ഉണ്ടാവും, പിന്നെ റിട്ടൺ റൂൾസ് ഉണ്ടാവും, ലീഗൽ റേഷണൽ അതോറിറ്റി ഉണ്ടാവും. പേഴ്സണൽ ഫേവറേറ്റിസം ഉണ്ടോ ബ്യൂറോക്രസിയിൽ? ഇല്ല. അപ്പോൾ 1, 2, 4 ആണ് ശരി കേട്ടോ. ജോർജ് സിമ്മലിനെ കുറിച്ച് ഫോമൽ സോഷ്യോളജീൻ്റെ ഫൗണ്ടറാണ്. മൈക്രോ ഇൻട്രാക്ഷൻസ് ആണ് ജോർജ് സിമ്മൽ അല്ലേ. പിന്നെ ഡയാഡും ട്രയാഡും സ്റ്റഡി ചെയ്തതും ജോർജ് സിമ്മലാണ്. സോഷ്യൽ ഫാക്റ്റ് ഡെവലപ്പ് ചെയ്ത ആരാണ്? ഇയാളാണോ? ആര്? ജോർജ് സിമ്മലാണ്. എമിൽ ദുർഖേമാണ് അല്ലേ സോഷ്യൽ ഫാക്റ്റ്. അപ്പോൾ അത് തെറ്റാണ്. അടുത്തത് വേഴ്സ്റ്റിയൻ ഇംപ്ലൈസ് എന്താണ്? എംപതറ്റിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. പിന്നെയോ
ഇൻ്റർപ്രിറ്റേറ്റീവ് സോഷ്യോളജി, അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ആക്ഷൻ. ഇതിൽ ഒബ്ജക്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഇല്ല. അപ്പോൾ 1, 3, 4 ആണ് ശരി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി, ഒരു 10-40 ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്നൊരു 10 മിനിറ്റ് കൊണ്ട് നോക്കിപ്പോയി. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ എഴുതിയെടുക്കുക, എന്നിട്ട് നിങ്ങൾ പഠിച്ചൊന്ന് റിവൈസ് ചെയ്യുക. ഇനി ഇതുപോലെ ഇങ്ങനെ മാക്സിമം ഈ ഒരു പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് പോയാൽ തന്നെ നമുക്ക് ഒരു 1 മന്ത് കൊണ്ട് എല്ലാ ഭാഗവും ക്ലിയർ ചെയ്യാൻ പറ്റും. ഇത് കാണുന്നവർ, എക്സാം എഴുതുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, താങ്ക് യു.